ഇപ്പോൾ ആളൂർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ഞാൻ സംസാരിക്കില്ല. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ സുനിൽ കുമാറിനെ അടക്കം 7 പ്രതികളെ ഹാജരാക്കിയിരുന്നു. കോടതി സുനിൽ കുമാറിനോട് നിങ്ങൾക്ക് ആരാണ് അഭിഭാഷകനെന്ന് ചോദിച്ചതിന് ഉത്തരമായി ഒരു അപേക്ഷ നൽകുകയും ആ അപേക്ഷ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി എന്നെ വക്കാലത്ത് നൽകുവാൻ അനുവദിക്കുകയും അതനുസരിച്ച് ഇന്ന് കോടതിയിൽ രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ വന്നിരുന്നു. അദ്ദേഹത്തെ വിസ്തരിച്ചതിന് ശേഷം ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് പോലീസുകാരും ചേർന്ന് CIയും പോലീസുകാരും ചേർന്ന് പ്രതി കീഴടങ്ങാനായിട്ട് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CJM കോടതിയിൽ ഹാജരായപ്പോൾ വളരെ വലിയ അട്രോസിറ്റി അവർക്കെതിരെ നടത്തുകയും ഈ പറയുന്ന പോലീസും സംഘവും ചേർന്ന് പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ക്രിമിനൽ MP ഒരു കംപ്ലൈൻറ്റ് ഇവിടെ ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടറെ വിസ്തരിച്ചത്. ഡോക്ടറോട് പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് സുനിൽകുമാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താതെ പോലീസിന് അനുകൂലമായൊരു സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കംപ്ലൈൻറ്റ് നൽകുവാൻ എനിക്ക് മുൻപുണ്ടായിരുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് അപേക്ഷ നൽകിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സാക്ഷി വിസ്താരം നടന്നിട്ടുള്ളത്. ഇന്ന് സുനിക്ക് ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. അടുത്ത 18-ാം തീയതി ഈ കേസ് സെഷൻ കോടതിയിലേക്ക് മാറ്റുന്നതുകൊണ്ടും മറ്റു ചില പ്രതികൾക്ക് ജാമ്യാപേക്ഷ നൽകിയതുകൊണ്ടും വക്കാലത്ത് ഇന്ന് ഏറ്റെടുത്ത് ഈ പറയുന്ന ചാർജ് ഷീറ്റിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ചാർജ് ഷീറ്റിൽ പൂർണ്ണമായ ചാർജ് ഷീറ്റല്ല തന്നിരിക്കുന്നത്. മുൻ അഡ്വക്കേറ്റ് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് കംപ്ലയിൻസിന് വേണ്ടി. ആ കംപ്ലയിൻസ് കൂടി നടത്തി രേഖകളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു കാരണം കൂടിയാണ്. ജയിലിന് പുറത്ത് സുനിൽകുമാർ സുരക്ഷിതനല്ല എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് മറ്റു പ്രതികളെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം ഈ അന്വേഷണം അപ്പോഴേക്കും പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ നൽകേണ്ട എന്നാണ് പ്രതിയായ സുനിൽകുമാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയിലിനകത്ത് സുരക്ഷിതനല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ജയിലിന് പുറത്ത്. കാരണം പലർക്കുമെതിരെ അന്വേഷണം നടക്കുന്നു, പലരുടെയും പേരുകൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സംഘർഷത്തിന് അതിജീവിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ സുനിൽകുമാറിനെ ഈ തെളിവെടുപ്പുകളിൽ സഹകരിക്കേണ്ടി വരുന്നത്. ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന പ്രതിക്ക് വല്ല അത്യാപത്തും സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് കണക്കുകൂട്ടിയാണ് ഈ ഒരു അപേക്ഷ ഈ ഒരു സാഹചര്യം നൽകാതിരുന്നത്. തീർച്ചയായും ഗൂഢാലോചനയുടെ കോൺസ്പിറസിയുടെ അന്വേഷണമാണ് നടക്കുന്നത്. അതിന് വളരെ പ്രഗത്ഭനായ ഇൻ്റലിജൻ്റായ ഉദ്യോഗസ്ഥനാണ് ദിനേശ് കശ്യപ് എന്ന് പറയുന്ന IG. അദ്ദേഹത്തിന് കീഴിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. കേസ് ഉടനെ പര്യവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ എഴുത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഈ എഴുത്തിലെല്ലാ സത്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതിൽ വമ്പൻ സ്രാവുകളാണ് കൊമ്പൻ സ്രാവുകളാണ് പിടിയിലാവുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തയ്യാറല്ല. ഗൂഢാലോചന എന്തെങ്കിലും നടന്നതായി സുനി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗൂഢാലോചന എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ കേസിന്റെ ആദ്യം മുതലേ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. ആ ഗൂഢാലോചന തെളിയിക്കാൻ എളുപ്പമല്ല എന്ന് ലോക്നാഥ് ബെഹ്റ അവർ പറയുകയുണ്ടായി. ശരിയാണ്, ഈ ഗൂഢാലോചന നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ അന്വേഷണം നടക്കുന്നത്. ആ ഗൂഢാലോചന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊക്കെ അഭിഭാഷകനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇത് രഹസ്യമാക്കാൻ പാടുള്ളതല്ല. സുനിയെ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിരുന്നു. 15 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഗൂഢാലോചനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചില്ല. ഇനിയും സുനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും. ഗൂഢാലോചനകളുടെ ചുരുളുകൾ അതിനുശേഷം അഴിയുന്നതായിരിക്കും. തീർച്ചയായിട്ടുമല്ല. ക്രിമിനൽ നടപടിക്രമം 303 വകുപ്പ് പ്രകാരം ഒരു പ്രതി ഏത് വക്കീലിനെ, ഇന്ത്യയിലുള്ള ഇന്ത്യക്ക് പുറത്തുമുള്ള ഏത് വക്കീലിനെയും അവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ആ വക്കീലിനെ വെച്ച് കേസ് നടത്താനുള്ള പ്രതിയുടെ അവകാശമാണ്. അത് വക്കീലിനല്ല, കോടതിക്കല്ല, ആർക്കും തടുക്കാൻ സാധ്യമല്ല. അത് അദ്ദേഹത്തിന്റെ ഇത് ആരെങ്കിലും ആളൂരിനെ നിയമിച്ചതാണോ സുനിക്ക് വേണ്ടി? ആ ഒരു കാര്യം കൂടി അറിയേണ്ടത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ, ഈ കേസ് ആരംഭത്തിലെ അറസ്റ്റ് ചെയ്യുന്നത് അതേ സമയം മുതൽ ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും സമയത്തിൻ്റെ അഭാവം കൊണ്ടും എനിക്കിത് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. എന്നെ ഏൽപ്പിച്ചവരുടെ ആവശ്യപ്രകാരമാണ്, അതിനോട് ചേർന്ന് സുനിയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഇപ്പോൾ കോടതിയിൽ ഹാജരായത്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് പ്ലീസ്. ഡോക്ടറെ വിസ്തരിച്ചു നിന്നും ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ട്. സത്യമായ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഒരു പോലീസ് സർജനായ അദ്ദേഹം നൽകിയ റിപ്പോർട്ട് ഒരിക്കലും സ്വീകാര്യമല്ല. ഈ പറയുന്ന പ്രതിയെ അടിച്ചും ഇടിച്ചും പല പ്രാവശ്യവും പഞ്ചസാര നാരങ്ങ വെള്ളം കുടിപ്പിച്ചും ഈ പറയുന്ന ഉള്ളിലുണ്ടായ മുറിവുകൾ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഈ സർട്ടിഫിക്കറ്റിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കൽപ്പിച്ചുകൂട്ടി പോലീസിന്റെ ആവശ്യപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. പ്ലീസ്, അടുത്ത പ്രാവശ്യം കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം സെഷൻ കോടതിയിലേക്ക് മാറ്റുന്നതായിരിക്കും. ഒരു കാര്യം, അതായത് ഏതെങ്കിലും വമ്പന്മാര് ഇതിനു വേണ്ടി ആളൂര് നേരത്തെ പറഞ്ഞല്ലോ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അത് എത്ര കാരിൽ നിന്നായിരുന്നു? സുനിയുടെ കുടുംബത്തിൽ നിന്നാണോ പുറത്തു നിന്നാണോ? അത് മാത്രം. വരും ദിവസങ്ങളിൽ വമ്പന്മാരാണെന്ന് തെളിയും. അല്ല, ഞാൻ ചോദിച്ചത് പുറത്തു നിന്നാണോ കുടുംബത്തിൽ നിന്നാണോ സമ്മർദ്ദം ഉണ്ടായത്? സുനിയുടെ കുടുംബത്തിൽ നിന്നാണോ പുറത്തു നിന്നാണോ ആളൂരിന് മേൽ സമ്മർദ്ദം ഉണ്ടായത്? എന്നെ അദ്ദേഹത്തിന് അറിയുന്ന കൂട്ടുകാരാണ് എന്നെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. 15 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ പറയുന്ന സുനിൽകുമാറിന്റെ ആവശ്യപ്രകാരമാണ് കൂടിക്കാഴ്ച നടത്തിയത്. തീർച്ചയായിട്ടും സുനിൽകുമാറിനെ കോടതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. എൻ്റെ സഹപ്രവർത്തകരായ അഡ്വക്കേറ്റ്സ് ഇവിടെ കൊടുത്ത അപേക്ഷയിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ അരുണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഈ കേസിന് ആധാരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. ക്രിമിനൽ നടപടിക്രമത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. പ്രതി അറസ്റ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഇല്ലീഗലാണെങ്കിൽ ഈ കേസ് മൊത്തം ഈ പറയുന്ന പ്രോസിക്യൂഷന് എതിരാകുമെന്നുള്ള ഒരു സിദ്ധാന്തം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ലീഗലായിരുന്നു, യാതൊരു തരത്തിലുള്ള മർദ്ദന മുറകളും നൽകിയിട്ടില്ല, പ്രതിക്കെതിരെ മർദ്ദന മുറകൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനാണ് ഈ തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്.